ഗോരക്ഷാ സംരക്ഷണത്തിന്റെ സന്ദേശവുമായുള്ള പദയാത്രയ്ക്ക് തലസ്ഥാനത്ത് വൻ സ്വീകരണം. അഖില ഭാരത ഗാവ് സേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാലകൃഷ്ണ ഗുരുസ്വാമിയാണ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലും നെയ്യാറ്റിൻകരയിലും സ്വീകരണം ഏറ്റുവാങ്ങി. കശ്മീരിൽ നിന്ന് ആരംഭിച്ച കന്യാകുമാരി വരെയാണ് ഗോരക്ഷാ പദയാത്ര. ഗോരക്ഷാ പദയാത്ര നെയ്യാറ്റിൻകരയിലെത്തി. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ മഹായാത്ര ശ്രീനഗറിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ സമാപിക്കും. ബാലകൃഷ്ണ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയിൽ നിരവധി ഗോരക്ഷാ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും പങ്കുചേരുന്നു. ये पृथ्वी को बचाना बोले तो गाय के गोबर, गाय का मूत्र ही बचा सकता है. हम रामायण महाभारत काल से ये धरती पर कल्टीवेशन एग्रीकल्चर कर रहे. ये पूरा धरती जो है पेस्टिसाइड से भरा हुआ है. Consuming the food is very harmful to our health. This is the awareness program from Kashmir to Kanyakumari. 2024 സെപ്റ്റംബർ 27 ശ്രീനഗർ ആദിശങ്കരാചാര്യ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഗോരക്ഷാ പദയാത്ര നാടൻ പശുക്കളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് നെയ്യാറ്റിൻകരയിലും പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂങ്കന്നൂർ ഇനത്തിൽപ്പെട്ട നാടൻ പശുവും ഈ പദയാത്രയുടെ പ്രധാന ആകർഷണമായി. നാടൻ പശുക്കളുടെ സംരക്ഷണം ദേശീയ നയമാക്കണമെന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ഈ യാത്ര. 2025 മാർച്ച് 27 കന്യാകുമാരിയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ സമാപിക്കാനിരിക്കുന്ന ഈ മഹായാത്ര 14 സംസ്ഥാനങ്ങളിലൂടെ 4900 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ചരിത്രയാത്രയാകും. ജനം, തിരുവനന്തപുരം.